നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള UDFന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ പുറത്തു വന്നതോടെ ഭരണം പിടിക്കുമെന്ന് ഏറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. സ്ഥാനാർത്ഥി നിർണയം വൈകിയ തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ 92 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഡൽഹിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ നീണ്ടത് 3.25 മണിക്കൂർ മാത്രമാണ്. സീറ്റ് നിർണയത്തിൽ ഘടകകക്ഷികളുമായി ഒരു അപസ്വരവും ഉണ്ടായില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. എത്രയോ വിസ്മയങ്ങൾ ഉണ്ടായി. G സുധാകരൻ, A സുരേഷ്, ശശി ഇവരെല്ലാം വിസ്മയങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM മുതിർന്ന നേതാക്കൾ പിന്നണിയിൽ പിന്തുണ നൽകുന്നുണ്ട്. 4 സ്വതന്ത്രരുമായി ധാരണയുണ്ടെന്നും ജയിച്ചാൽ അവർ UDFന്റെ കൂടെ നിൽക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ 3 മാസത്തിനുള്ളിൽ തങ്ങൾ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ നടപ്പാക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. വനിതകൾക്ക് സൗജന്യ യാത്ര, KSRTCക്ക് സർക്കാർ സബ്സിഡി നൽകും, KSRTCയെ സ്വയം പര്യാപ്തമാക്കും തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കും. കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ തുറന്നു പറച്ചിലുകൾക്ക് കർട്ടന് പിന്നിൽ CPM മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും സതീശൻ പറഞ്ഞു. 2005 മുതൽ UDFിൽ നിന്ന് അകന്നുപോയ സാമൂഹിക ഘടകങ്ങൾ തിരിച്ചുവന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയത്തിന് കാരണം ഇതാണ്. അകന്നുപോയത് എന്തൊക്കെയെന്ന് രഹസ്യമായി പരിശോധിച്ചു. സർക്കാർ പ്രചാരണമെല്ലാം പച്ചക്കള്ളമാണ്. അതെല്ലാം പൊളിച്ചെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.